കഴിഞ്ഞ ഇമേജിൽ കണ്ട അതേ ക്യാൻഡിലിൻ്റെ 1 അവർ ക്യാൻഡിലേക്ക് 1 അവർ ടൈം ഫ്രെയിമിലേക്ക് ഞാൻ ചാർട്ട് മാറ്റിയിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. 1 അവറിലേക്ക് ചാർട്ടിൻ്റെ ടൈം ഫ്രെയിം ഞാൻ മാറ്റി. അതിനാണ് ആ 2 പിങ്ക് കളർ ആരോ മുകളിലുള്ളത് കാണുക. അവിടെ 1H എന്നുകൊണ്ട് 2 ലൈനായിട്ടുണ്ട്. ഒന്ന് നമ്മൾ കോയിൻ്റെ അടുത്ത് കാണിക്കും, ഒന്ന് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ സെറ്റിങ്സിൽ കാണിക്കുന്നതാണ് മേളിലത്തത് 1H. ഇവിടെ നമുക്ക് ഹൈ, ക്ലോസ്, ഓപ്പൺ, ലോ കാണാം. അതല്ലാതെ 2 വൈറ്റ് ലൈൻ നമ്മുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉണ്ട്. അതിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് 22-ാം തീയതി രാത്രി 12:00 അതായത് ആ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന വെള്ളവരുടെ താഴത്ത് നോക്കി കാണാം 23-ാം തീയതി രാത്രി 12:30, അതായത് 24 hours ഞാനത് മാർക്ക് ചെയ്തതാണ് ആ 2 വെള്ള ലൈൻ വെച്ചിട്ട്. അപ്പോൾ അത് വെച്ച് കാണുമ്പോൾ മനസ്സിലാക്കാം, നമ്മൾ നേരത്തെ കണ്ട 1 ഡേ ക്യാൻഡിലിനെ 1 അവർ ആക്കിയപ്പോൾ 24 ക്യാൻഡിൽ വരും. ഈ 2 വെള്ളവരുടെ ഇടക്ക് കാണുന്നത് 24 ക്യാൻഡിൽസാണ്. ഇതിൻ്റെ ഓരോ ക്യാൻഡിലിൻ്റെ ടൈമിങ് 1 അവറാണ്. അതായത് 1 ഡേ ക്യാൻഡിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഇവിടുത്തെ ഓരോ ക്യാൻഡിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓരോ ക്യാൻഡിലും നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൈയും ലോയും ഓപ്പണും ക്ലോസും. ഓപ്പൺ താഴ്ത്താണ്, എന്നിട്ട് ക്ലോസ് മുകളിൽ വന്നാൽ അത് ബുള്ളിഷ് ക്യാൻഡിൽ, പച്ച ക്യാൻഡിലായിരിക്കും. ഓപ്പൺ മുകളിൽ വന്നിട്ട് താഴത്ത് ക്ലോസ് വന്നാൽ അത് റെഡ് ക്യാൻഡിലായിരിക്കും, അതായത് ബെയറിഷ് ക്യാൻഡിലായിരിക്കും.